സുരേഷ് ഗോപിയും BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും ഒക്കെ അനുഭവിക്കുന്ന സമ്മർദ്ദം ചില്ലറയല്ല. തിരുവനന്തപുരം കോർപ്പറേഷനും കേന്ദ്രവും ഒത്തുചേർന്നാൽ ഇവിടെ പാലും തേനും ഒഴുകും എന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഒഴുകിയത് പാലുമല്ല, തേനുമല്ല, കണ്ണീര് മാത്രം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഗിമ്മിക്കായിരുന്നില്ല ഈ ബജറ്റ് എന്നത് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായി കാണാം. പക്ഷേ ന്യായമായ പ്രഖ്യാപനങ്ങൾ, അലോട്ട്മെൻറ്റ് ഇതൊക്കെ ഉണ്ടാകേണ്ടതാണ്, അതുണ്ടായില്ല. ഇതുവരെ ഒന്നും തരാതിരുന്നു. നാളുകളിൽ ഞങ്ങൾക്ക് അധികാരം തരൂ, അധികാരം തന്നു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്നും ഞങ്ങൾ കാര്യങ്ങൾ വാങ്ങിയെടുത്തുകൊള്ളാം എന്ന് പറയുന്നത് ഒരു തരം പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ്. അത് വിശ്വസിക്കാൻ പ്രബുദ്ധരായ മലയാളികൾ എത്രത്തോളം തയ്യാറാവും എന്നത് സംശയകരമാണ്. ശ്രീമാൻ സുരേഷ് ഗോപിക്ക് എന്തു പറയാൻ കഴിയും? ഇല്ല, ഞാൻ കൊണ്ടുവരും എന്ന് പറയാനാവുമോ? ഇപ്പോൾ ഏറെ ബുദ്ധിമുട്ടുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാദരണീയരായ കേരള നേതാക്കൾ, ഏറെ ബുദ്ധിമുട്ടുന്നു വിശകലനം ചെയ്യാൻ, വിശദീകരിക്കാൻ. ഇപ്പോൾ എന്തു പറഞ്ഞാണ് BJP അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്മതിദായകരെ സമീപിക്കുക? ആകെയുള്ള പ്രതീക്ഷ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും പദ്ധതികൾ നാടകീയമായി പ്രഖ്യാപിക്കുക. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് എന്തു കിട്ടിയെന്ന ചോദ്യത്തിന് ഉത്തരം മുട്ടി നിൽക്കുകയാണ് കേരള BJP നേതാക്കൾ. തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഭരണം പിടിച്ചത് കേരളത്തിൽ മാറ്റത്തിന്റെ സൂചനയാണ് എന്നും ഗുജറാത്ത് മോഡൽ ആക്കും എന്നുമായിരുന്നു BJPയുടെ അവകാശവാദം. തിരുവനന്തപുരത്ത് അടുത്തിടെ വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതൊക്കെ ഓർമ്മിപ്പിച്ചുവെങ്കിലും കേരളത്തിനോ തിരുവനന്തപുരത്തിനോ ഒന്നും പ്രഖ്യാപിച്ചില്ല. ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ അതിലും വട്ടപ്പൂജ്യം. അതിവേഗ റെയിൽ, എയിംസ് എന്നിവയുൾപ്പെടെ കേരളം കാത്തിരുന്ന വലുതും ചെറുതുമായ പദ്ധതികളൊന്നും ബജറ്റിൽ ഇടം പിടിക്കാതിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന BJPക്ക് തിരിച്ചടിയാവുമെന്ന ആശങ്ക നേതാക്കൾക്കുണ്ട്. ഈ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ഡോക്ടർ മോഹൻ വർഗീസ് ഉറപ്പുമുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, തലസ്ഥാനത്ത് കോർപ്പറേഷൻ ഭരണം പിടിച്ചത് കേരളത്തിൽ മാറ്റത്തിന്റെ സൂചനയാണ് എന്നും ഗുജറാത്ത് മോഡൽ ആകുമെന്നൊക്കെയാണ് BJP അവകാശവാദം ഉയർത്തിയിരുന്നത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേയർ VV രാജേഷിനെ കെട്ടിപ്പിടിച്ചു മടങ്ങുമ്പോൾ കേരളത്തിന്റെ പ്രതീക്ഷ ബജറ്റിലായിരുന്നു. ആ പ്രതീക്ഷയാണ് ഇപ്പോൾ അസ്ഥാനത്തായിരിക്കുന്നത്. അപ്പോൾ BJPക്ക് കേരളത്തിൽ ആവേശത്തോടെ തെരഞ്ഞെടുപ്പിനെ നേടാൻ പറ്റാതായോ ഈ ഒരു ബജറ്റോടെ? യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയും BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും ഒക്കെ അനുഭവിക്കുന്ന സമ്മർദ്ദം ചില്ലറയല്ല. കാരണം ഇനി എന്താണ് പറയുക? യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്തെ സമ്മതിദായകരോട് നന്ദി പറയാനും പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട കോർപ്പറേഷൻ കൗൺസിലേഴ്സിനെ അഭിനന്ദിക്കാനുമായി എത്തിയപ്പോൾ ചില പ്രഖ്യാപനങ്ങൾ, വൻപൻ പ്രഖ്യാപനങ്ങൾ തന്നെ തിരുവനന്തപുരം ജനത പ്രതീക്ഷിച്ചു. കാരണം BJP വളരെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് വോട്ട് ചെയ്ത് അധികാരത്തിൽ എത്തിച്ചത്. വികസനം ആയിരുന്നു മുഖ്യ മുദ്രാവാക്യം. ഈ വർഗീയ ചുവയുള്ള പരാമർശങ്ങളൊന്നും തന്നെ BJPയുടെ ഭാഗത്തു നിന്ന് പ്രചരണത്തിനായി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. അത് നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ വികസനത്തിനൊരു വോട്ട് അത് BJPക്കായിരിക്കും. BJP വന്നാൽ കേന്ദ്രവും സംസ്ഥാനവും സഹകരിച്ച് ഡബിൾ എൻജിൻ, തിരുവനന്തപുരം കോർപ്പറേഷനും കേന്ദ്രവും ഒത്തുചേർന്നാൽ ഇവിടെ പാലും തേനും ഒഴുകും എന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഒഴുകിയത് പാലുമല്ല, തേനുമല്ല, കണ്ണീര് മാത്രം. തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് ചെയ്യാമായിരുന്ന ഒരുപിടി കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, വിഴിഞ്ഞത്തിന് വേണ്ടി വൻപൻ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്താമായിരുന്നു. ഇപ്പം ബഡ്ജറ്റിലൂടെയാണ് അത് കൊണ്ടുവരാവുന്നത്. വേണമെങ്കിൽ നരേന്ദ്രമോദി കേരളത്തിൽ വരുമ്പോൾ തന്നെ ആ പ്രഖ്യാപനം നടത്താമായിരുന്നു. അന്നൊന്നും ഉണ്ടായില്ല. അന്ന് താണു വണങ്ങി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവിടെ കൂടിയിരുന്ന ആളുകളെ, പതിനായിരങ്ങളെ താണു വണങ്ങി നന്ദി പറഞ്ഞു. പക്ഷേ പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല. അപ്പോൾ BJP നേതൃത്വം പറഞ്ഞത് എന്താണ്? ബജറ്റ് വരികയല്ലേ, ഫെബ്രുവരി 1-ാം തീയതി നമുക്ക് കാണാം. അങ്ങനെ കാവിലെ പാട്ട് മത്സരത്തിനും കാര്യമൊന്നും നടന്നില്ല. ബജറ്റ് വന്നു പോയി. വിഴിഞ്ഞത്തിന് യാതൊന്നും നീക്കി വെച്ചിട്ടില്ല. അപ്പോൾ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം മാത്രമല്ല, വേണമെങ്കിൽ ഒരു കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കാമായിരുന്നു. കാരണം കേന്ദ്രത്തിനൊരു നയമുണ്ട്, കപ്പൽ ഷിപ്പ് ബിൽഡിംഗ് യൂണിറ്റുകൾ തീരപ്രദേശങ്ങളിൽ വ്യാപകമായി ഉണ്ടാവണം. അതിലൊന്ന് വിഴിഞ്ഞത്തിൻ്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത്, പൂവാർ മേഖലയിലോ അപ്പുറത്തെ എവിടെയെങ്കിലും ഉണ്ടാകാമായിരുന്നു. അതുണ്ടായില്ല. അതുമാത്രമല്ല, ഈ ട്രിവാൻഡ്രവുമായി ബന്ധപ്പെട്ട കണക്ടിവിറ്റി, റെയിൽ കണക്ടിവിറ്റി, അതാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ. റെയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള കേരള സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച റെയിൽ പദ്ധതിയാകട്ടെ, ഈ ശ്രീധരൻ പറയുന്ന സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പദ്ധതിയാകട്ടെ, 7 കോറിഡോറുകൾ അനുവദിച്ചപ്പോൾ
അതിൽ തിരുവനന്തപുരം ഉൾപ്പെട്ടില്ല, കേരളത്തിലെ ഒരിടവും ഉൾപ്പെട്ടില്ല. ബാംഗ്ലൂരും മദ്രാസും ഹൈദരാബാദും പൂനെയും ബോംബെയും എല്ലാം ഉൾപ്പെട്ടു. എന്തിന്? വാരാണസി 2 ഘട്ടത്തിൻ്റെ ഭാഗമാണ്. ഡൽഹി വാരാണസി, വാരാണസി സിലിഗുരി. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിനൊക്കെ വലിയ പരിഗണന കിട്ടി. പക്ഷേ പാവം തിരുവനന്തപുരം കോർപ്പറേഷന് BJP ഭരണത്തിലെത്തിയെങ്കിൽ പോലും കാര്യമായ ഒരു പരിഗണനയും കിട്ടിയില്ല എന്ന പരിഭവമാണ് ബഡ്ജറ്റിലൂടെ പൊതുവെ കാണുന്നത്. കേരളത്തിൻ്റെ മൊത്തം പരിഭവത്തിന് പുറമെ തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്വകാര്യ ദുഃഖം കൂടിയായി മാറുന്നു ഈ അവഗണന. ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബജറ്റിൽ വികസന പദ്ധതികൾ വാരിക്കോരി നൽകാറുണ്ട്. നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അത്രയൊന്നും ഇല്ല എങ്കിലും എന്തെങ്കിലും ഒരു 2-3 പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരു 4 വോട്ട് കൂടുതൽ കിട്ടുമായിരുന്നു BJPക്ക്. ആ ഒരു സുവർണ അവസരം നഷ്ടപ്പെടുത്തിയോ BJP കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ? തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബഡ്ജറ്ററി പ്രഖ്യാപനങ്ങൾ പുത്തരിയല്ല. നമ്മൾ ബീഹാറിൽ അത് കണ്ടു. വലിയ ഒരു പാക്കേജാണ് ബീഹാർ പാക്കേജ്. വലിയ തുകയാണ് സമ്മതിദായകരുടെ അക്കൗണ്ടിൽ എത്തുന്ന രീതിയിൽ ക്രമീകരിച്ച് BJP സർക്കാർ തന്നെയാണ്, BJP പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ BJP കൂടി ഉൾപ്പെടുന്ന നിതീഷ് കുമാർ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. അതിന് കൈയയച്ച് സഹായം നൽകുന്ന രീതിയിൽ ബീഹാറിനുള്ള അലോട്ട്മെൻറ്റ് വർദ്ധിപ്പിക്കുന്നത് കണ്ടു. അതുപോലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അരവിന്ദ് കെജ്രിവാളിനെ എങ്ങനെയെങ്കിലും അൺസീറ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ പ്രഭാവം അവസാനിപ്പിച്ചുകൊണ്ട് BJP ഡൽഹി പിടിച്ചെടുത്തതിൻ്റെ പിന്നിലെ മുഖ്യ പ്രേരകകക്ഷി ഡൽഹി സ്പെസിഫിക്കായ കാര്യമൊന്നുമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊണ്ടുവന്ന വൻപൻ ടാക്സ് ഇളവുകളാണ്. വ്യക്തിഗത ഇൻകം ടാക്സ് പരിധി 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് നികുതി ഇല്ല എന്ന് പറയുമ്പോൾ മധ്യവർഗം, ഡൽഹിയിലെ വലിയ ഒരു നമ്പർ വോട്ടേഴ്സ് മധ്യവർഗ വോട്ടേഴ്സാണ്. അവർക്ക് വലിയ സ്വീകാര്യമായ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് ചില സംസ്ഥാനങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പദ്ധതികൾ ഉണ്ടാകുന്നു. അത് ആരോഗ്യപരമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എൻ്റെ ഉത്തരം. പക്ഷേ ഈ പ്രാവശ്യം ബംഗാളിന് വേണ്ടി വൻപൻ പദ്ധതികൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ബംഗാളാണ് BJP ഏറെ ആഗ്രഹിക്കുന്ന സംസ്ഥാനം. കാരണം 4 പ്രധാന സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ആസാം, അവിടെ BJP ഭരണമാണ്. ഹിമന്ത ബിശ്വ ശർമ്മ ഈസ് ഫേംലി സീറ്റഡ് ഇൻ ഗുവാഹത്തി. പക്ഷേ കൽക്കത്തയിൽ നരേന്ദ്രമോദിക്ക് ബലികേറ മലയായി മഹാമേരു പോലെ നിൽക്കുന്നത് മമതാ ബാനർജിയാണ്. അപ്പം മമതാ പ്രഭാവം ഒഴിവാകണമെങ്കിൽ യഥാർത്ഥത്തിൽ വൻതോതിൽ എന്തെങ്കിലും ബംഗാളിനെ ചേർത്ത് പിടിച്ചു കരുതി എന്നൊരു തോന്നലുണ്ടാവണം. അതുണ്ടായിട്ടില്ല. പിന്നെയുള്ളത് തമിഴ്നാടാണ്. തമിഴ്നാടും കേരളവുമാണ് വലിയ തെക്കൻ മേഖലകളിൽ BJPക്ക് ഇപ്പോഴും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആകപ്പാടെ ഉള്ളത് ഒരു കോറിഡോറാണ്, ആ പറയുന്ന ധാതു കോറിഡോർ. അതിൽ തമിഴ്നാടും കേരളവും പെടുന്നു, അതോടൊപ്പം ആന്ധ്രയും ഒറീസയും പെടുന്നു എന്ന് മാത്രം. തമിഴ്നാടിന് വേണ്ടി വേണമെങ്കിൽ പറയാം ചെന്നൈ നഗരത്തിന് വലിയ ഗുണമാണ്. ചെന്നൈ ബാംഗ്ലൂരു, അതുപോലെ ചെന്നൈ ഹൈദരാബാദ് കണക്ടിവിറ്റി ട്രെയിനുകളാണ്. ഹൈ സ്പീഡ് റെയിൽ കോറിഡോറിൻ്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ നഗരങ്ങളെയാണ് കൂടുതലായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചത്. അതിൽ തിരുവനന്തപുരവുമില്ല, കൊച്ചിയുമില്ല, എന്തിന് കോയമ്പത്തൂരുമില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് വേണമെങ്കിൽ ചെന്നൈ കോയമ്പത്തൂർ കൊച്ചി, അല്ലെങ്കിൽ ചെന്നൈ കോയമ്പത്തൂർ കൊച്ചി തിരുവനന്തപുരം ഒരു കോറിഡോർ വേണമെങ്കിൽ ആക്കാമായിരുന്നു. അത് സാധിച്ചില്ല എന്നത് കേരളത്തിൻ്റെ മാത്രം ദുഃഖമല്ല, തമിഴ്നാടിൻ്റെ ദുഃഖമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഗിമ്മിക്കായിരുന്നില്ല ഈ ബഡ്ജറ്റ് എന്നത് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായി കാണാം. പക്ഷേ ന്യായമായ പ്രഖ്യാപനങ്ങൾ, അലോട്ട്മെൻറ്റ് ഇതൊക്കെ ഉണ്ടാകേണ്ടതാണ്, അതുണ്ടായില്ല. ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളം ഉണ്ടെന്ന് മന്ത്രി നിർമ്മലാ സീതാരാമൻ ബോധപൂർവം മറന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ബജറ്റിനെ കുറിച്ച് കുറ്റപ്പെടുത്തിയത്. പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞത് കേരളത്തെ കേന്ദ്ര സർക്കാർ അവഗണിച്ചുവെന്നാണ്. BJP CPM-നും കോൺഗ്രസിനും അടിക്കാനുള്ള വടി കൊടുത്ത പോലെയായോ ഇപ്പോൾ കാര്യങ്ങൾ? ഈ BJP വലിയ പ്രതിരോധത്തിൽ തന്നെയാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ BJP. കാരണം കേരളത്തിലെ BJPയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് തങ്ങൾക്ക് രക്ഷ ഡൽഹിയിൽ നിന്ന് വരും. തങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ ഡൽഹി ഭരിക്കുന്ന തങ്ങളുടെ നേതാക്കന്മാർ അനുവദിച്ചു തരും. അത് വെച്ചുകൊണ്ട് കേരളത്തിലെ ജനതയോട് സമഗ്രമായി സംവദിക്കാം. എന്തുകൊണ്ട് വികസനം, എന്തുകൊണ്ട് BJPക്ക് മാത്രമേ വികസനം കൊണ്ടുവരാനാവൂ? തങ്ങൾ ഇത്രയും കൈയച്ച് സഹായിച്ചു കഴിഞ്ഞു, ഒരു കൈ സഹായം ഞങ്ങൾക്ക് തരൂ. ഞങ്ങൾ ഭരണത്തിലെത്തിയാൽ ഇതൊന്നും ഇവിടെങ്ങും നിൽക്കില്ല, കേരളത്തെ പൂങ്കാവനമായി മാറ്റും എന്നെല്ലാമുള്ള പ്രോമിസാണ് ഇപ്പോൾ BJP നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനി എന്തു പറയും? ഇതുവരെ ഒന്നും തരാതിരുന്നു, നാളുകളിൽ ഞങ്ങൾക്ക് അധികാരം തരൂ, അധികാരം തന്നു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്നും ഞങ്ങൾ കാര്യങ്ങൾ വാങ്ങിയെടുത്തുകൊള്ളാം എന്ന് പറയുന്നത് ഒരുതരം പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ്. അത് വിശ്വസിക്കാൻ പ്രബുദ്ധരായ മലയാളികൾ എത്രത്തോളം തയ്യാറാവും
എന്നത് സംശയകരമാണ്. കേരളം ചോദിച്ചത് 29 ഹെഡിലാണ് കാര്യങ്ങൾ കേരളം ചോദിച്ചത്. കേരളം ചോദിച്ചതിൽ ഏറ്റവും പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിലൂടെ മാത്രം വരേണ്ടതല്ല, സാമ്പത്തിക സർവേയുടെ ഫലവും അല്ല എങ്കിൽ ഫിനാൻസ് കമ്മീഷൻ്റെ 16ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട്, അതനുസരിച്ച് ചെറിയ ഒരു ആനുകൂല്യമെന്ന് പറയാനാവില്ല എങ്കിലും ചെറിയൊരു ആശ്വാസം കേരളത്തിന് ലഭിക്കുന്നു. 15ാം ധനകാര്യ കമ്മീഷൻ്റെ അലോട്ട്മെൻ്റ് അനുസരിച്ച് കേന്ദ്ര വിഹിതം, ടാക്സ് നികുതികളുടെ കേന്ദ്ര വിഹിതമായി അനുവദിച്ചിരുന്നത് 41% സംസ്ഥാനങ്ങൾക്കായി. അതിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. പക്ഷേ കേരള സംസ്ഥാനത്തിൻ്റെ വിഹിതം കൂടിയിരിക്കുന്നു. ആകെയുള്ള നികുതിയുടെ 1.98% 15ാം ധനകാര്യ കമ്മീഷനിൽ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം ആയി അവർ മാറ്റിവെച്ചിരുന്നത്. അതിപ്പോൾ സ്വല്പം കൂടിയിരുന്നു. കേരളം ആവശ്യപ്പെട്ടത് 2.66%. അത് അത്രയൊന്നും ആയില്ല എങ്കിലും 2.38%. അപ്പോൾ ആകെ നികുതി വരുമാനം കേന്ദ്രം ഭരിക്കുന്ന നികുതിയുടെ 2.38% കേരളത്തിന് കിട്ടുകയാണ്. അത് വലിയൊരു തുകയാണ്. അത് ഒരു വർഷം തന്നെ 9,800 crores കേരളത്തിന് അധികമായി വരുമാനം ലഭിക്കുന്നു എന്നത് ശുഭോദർക്കമായ ഒരു കാര്യമാണ്. നോക്കൂ, 10ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്തൊക്കെ BJP ഭരണം വരുന്നതിന് വളരെ മുൻപാണ്. അന്ന് വിഹിതം, കേരളത്തിലുണ്ടായിരുന്ന വിഹിതം 3.88%. അതിൻ്റെ പകുതിയോളമായി മാറി കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് അത് ലേശം മെച്ചപ്പെട്ടു എന്ന് പറയുന്നത് നല്ല കാര്യം. അതേസമയം ഇതിന് പുറമെ ഈ പറഞ്ഞ തുകയല്ലാതെ ഗ്രാൻറ്റ് എന്ന രൂപത്തിൽ കലാകാലങ്ങളായി ലഭിച്ചുകൊണ്ടിരുന്ന ഇനത്തിൽ ഒരു നയ പൈസ സംസ്ഥാനങ്ങൾക്ക്, കേരളത്തിനുൾപ്പെടെ സംസ്ഥാനങ്ങൾക്ക് നൽകില്ല എന്ന ഒരു കഠിനമായ തീരുമാനത്തിലുമാണ്. അതുകൊണ്ട് രീതിശാസ്ത്രങ്ങൾ മാറിയിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നിർണായകമായി മാറുന്നു. 40% ഇപ്പോൾ സംസ്ഥാനം എടുക്കേണ്ട അവസ്ഥയിലാണ്. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ഒരു വലിയ ബുദ്ധിമുട്ട് സംസ്ഥാനങ്ങൾക്കുണ്ട്, കേരളത്തിനുമുണ്ട്. അത് ഇനി കേരളത്തിലേക്ക് വരാം. എന്നോട് ചോദിച്ച കാര്യം, പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന് എന്ത് കിട്ടി, അല്ലെങ്കിൽ കേരളത്തെ പൂർണ്ണമായും തഴഞ്ഞോ, കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ എന്നതാണ്. 29 കാര്യം ചോദിച്ചത് പറഞ്ഞല്ലോ. അതിൽ പ്രധാനപ്പെട്ട കാര്യം വിഴിഞ്ഞമാണ്. നമ്മൾ സംസാരിച്ചു. വിഴിഞ്ഞത്തിന് വേണ്ടി ഒരു നയ പൈസ അധികമായി വക ഇരുത്തിയിട്ട് 2ാം ഘട്ടം പണി തുടങ്ങി വെച്ചു. ഒരു നയ പൈസ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് അലോട്ട് ചെയ്തിട്ടില്ല. അതൊന്ന്. ഹൈസ്പീഡ് റെയിൽ കോറിഡോർ ഏത് രൂപത്തിലാണെങ്കിലും നിങ്ങളത് തന്നാൽ ഞങ്ങൾ സന്തോഷമായി സ്വീകരിക്കും, ഞങ്ങൾക്ക് നിർബന്ധമില്ല എന്ന് ധനകാര്യമന്ത്രിയും കേരളത്തിലെ ഭരണപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ തന്നെ പറഞ്ഞു. ഞങ്ങൾക്ക് നിർബന്ധമില്ല, റെയിൽ എന്ന പേര് വേണമെന്നില്ല, സിൽവർ ലൈൻ എന്ന പേര് വേണമെന്നില്ല, കണക്ടിവിറ്റി ഉണ്ടാകണം, അത് സാമാന്യം വേഗതയുള്ള റെയിലായിരിക്കണം, അത് കേരളത്തിലെ പ്രധാന നഗരങ്ങളെ കണക്ട് ചെയ്യുന്ന ഒന്നായിരിക്കും, തെക്ക് വടക്കുള്ള 500 കിലോമീറ്റർ 550 കിലോമീറ്റർ പരമാവധി ഉള്ള റെയിൽ. ഇതിനെക്കുറിച്ചൊരു പരാമർശം പോലുമില്ല. വലിയ പ്രതീക്ഷയാണ് നൽകിയത്. ശ്രീധരൻ നൽകിയ ഒരു പ്രതീക്ഷയുണ്ട്. അദ്ദേഹം പൊന്നാനിയിൽ ഓഫീസ് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഭവനത്തോട് ചേർന്ന് അദ്ദേഹം ഒരു ഓഫീസ് തുടങ്ങി. ഈ DMRCയുടെ ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടിയുള്ള ഹൈസ്പീഡ് റെയിൽ കോറിഡോറിന് വേണ്ടിയോ ഒരു ഓഫീസ് തുടങ്ങി. പ്രോജക്റ്റ് സ്റ്റഡി അല്ലെങ്കിൽ DPR തയ്യാറാക്കുന്നതിൻ്റെ പ്രാരംഭ നടപടി എന്ന നിലയിൽ അദ്ദേഹത്തിന് ആരാണ് അനുവാദം കൊടുത്തത്? രേഖാമൂലമുള്ള അനുവാദമൊന്നും ലഭിച്ചതായി ഇപ്പോഴറിയില്ല. എന്നാൽ വാക്കാൽ ഒരു അനുവാദം അശ്വിനി വൈഷ്ണവ് എന്ന റെയിൽവേ മന്ത്രി കൊടുത്തു എന്നാണ് ഒരുപക്ഷെ ഇപ്പോൾ വിവരമുള്ള സർക്കിളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ശരിയായിരിക്കാം. അല്ല എങ്കിൽ ബുദ്ധിമാനായ ശ്രീധരൻ വെറുതെ ഒരു ഓഫീസ് അവിടെ തുറക്കില്ല. അദ്ദേഹം പറയുന്നു, റെയിൽ പദ്ധതി വരും, ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കണമെന്നില്ല. അതുകൊണ്ട് പൂർണ്ണമായി നമുക്ക് ആ റെയിൽ പദ്ധതി വരില്ല എന്നൊന്നും തീർത്ത് പറയാനാവില്ല. പക്ഷേ വന്നാൽ നല്ലത്. നോക്കൂ, വന്ദേ ഭാരത്, അമൃത് ഭാരത് ട്രെയിനുകളൊക്കെ കാലാകാലങ്ങളിൽ പ്രഖ്യാപിച്ചതൊന്നും ഈ അടുത്ത സമയത്ത് ബഡ്ജറ്റിലൂടെയല്ല. ഇപ്പം റെയിൽവേ ബഡ്ജറ്റ് എന്നൊരു കാര്യം ഇല്ല. ഇനി റെയിൽവേ മന്ത്രി അധികം താമസിക്കാതെ, ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ റെയിൽവേ മന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായേക്കാം. അപ്പോൾ സംസ്ഥാനം തിരിച്ചുള്ള റെയിൽവേക്കുള്ള എന്തെങ്കിലും പദ്ധതികളൊക്കെ റെയിൽവേ മന്ത്രി പ്രഖ്യാപിച്ചേക്കാം. അതുകൊണ്ട് ഒന്നും ലഭിക്കില്ല എന്നത് പ്രഥമ നിരീക്ഷണം മാത്രമാണ്. എന്തെങ്കിലും അവിടെ ലഭിച്ചേക്കാം. പക്ഷേ നിലവിൽ ടാഞ്ചിബിളായി റെയിൽവേയുമായി ബന്ധപ്പെട്ട് കാര്യമായി ഒന്നുമില്ല. ശബരി റെയിലിൻ്റെ കാര്യവും തദ്ദൈവ ഒരു പരാമർശവും അതേക്കുറിച്ച് ഇല്ല. പിന്നെ ഉള്ളത് വലിയ ആഗ്രഹമായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ. അത് പൂർത്തീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത് കേരളത്തിൻ്റെ വിഭവങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടത് തീരദേശ മേഖലയിലെ സമ്പത്താണ് കരിമണൽ. അപ്പം കരിമണൽ എന്ന് പറയുന്നത്
ഈ ഒരു ഉൽക്കാപതനത്തിലൂടെ വളരെ ലക്ഷക്കണക്കിന് വർഷം മുൻപ് കേരളത്തിൽ എത്തിപ്പെട്ട ധാതുക്കളാണ്, അപൂർവ ഇനം ധാതുക്കൾ. അതടങ്ങുന്ന മണൽ, അതാണല്ലോ കരിമണൽ. കരിമണൽ ഇൽമനൈറ്റ്, അത് വേർതിരിച്ച് മോണോസൈറ്റ് വേർതിരിച്ച് എടുക്കുന്നു. അതുപോലെ തോറിയം, ഒരുപാട് മിനറൽസാണ്. ഈ മിനറൽസ് എല്ലാം വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ടെക്നോളജികൾ ഉണ്ടാവണം, പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഉണ്ടാകണം, സംസ്കരണശാലകൾ ഉണ്ടാകണം. ഇപ്പോൾ അത് പൊതുമേഖലയിലാണ്. അത് പുഷ്ടിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വെസ്റ്റേൺ ഇന്ത്യ റീജിയൻ, വെസ്റ്റേൺ കേരള റീജിയൻ, അതായത് അറബിക്കടൽ തീരമേഖല, അതിൻ്റെ കണക്ടിവിറ്റിക്ക് വേണ്ടി, കരിമണൽ മേഖലയുടെ കണക്ടിവിറ്റിക്ക് വേണ്ടി പ്രധാനമായും കൊല്ലം, ആലപ്പുഴ ജില്ലകളാണ് കരിമണൽ ശേഖരമുള്ളത്. പക്ഷേ വിഴിഞ്ഞം, ചവറ ആൻഡ് കൊച്ചി, ഈ 3 പ്രദേശങ്ങളെ കൂട്ടിയിണക്കുന്ന ഒരു റെയർ എർത്ത് മിനറൽ കോറിഡോർ, അല്ലേ, ധാതുമണൽ കോറിഡോർ, അത് കേരളം പ്രഖ്യാപിച്ചു ബഡ്ജറ്റിലൂടെ. നല്ല കാര്യമാണ്. 1000 കോടി രൂപ അതിന് വകയിരുത്തുകയും ചെയ്തു. നല്ല കാര്യം. അതിൻ്റെ 1 more സ്റ്റെപ്പ് എഹെഡ് എന്ന രീതിയിൽ അതിപ്പോൾ കേന്ദ്രം വലിയ ഒരു പദ്ധതിയായി കൊണ്ടുവരുന്നു. കേരളത്തിൻ്റെ തീരങ്ങൾ കണക്ട് ചെയ്യുക മാത്രമായിരുന്നു കേരള സർക്കാർ ഉദ്ദേശിച്ചതെങ്കിൽ ഇപ്പോഴിതാ തെക്കേ ഇന്ത്യയുടെ തീരമേഖല ആകമാനം കണക്ട് ചെയ്യത്തക്ക രീതിയിൽ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ആൻഡ് ഒറീസ, ഇതെല്ലാം അടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഈ സംസ്ഥാനങ്ങളുടെ എല്ലാം തീരമേഖലകളെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു മിനറൽ റെയർ എർത്ത് കോറിഡോർ അത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നു. അവിടെ വലിയ സംസ്കരണ യൂണിറ്റുകൾ ഉണ്ടാകാം, അവിടെ വലിയ രീതിയിലുള്ള മൊബിലിറ്റി ഉണ്ടാകാം, അതിൻ്റെ ട്രാൻസിറ്റ് വലിയ വിഷയമാണ് ഉണ്ടാകാം. പക്ഷേ അതേപോലെ ആകാംക്ഷയുമുണ്ട്. ആകാംക്ഷ ഇതാണ്, ഈ കേരളത്തിൽ പൊതുമേഖലയിലാണ് KMRL അല്ലെങ്കിൽ മിനറൽസ്, മെറ്റൽസ് അല്ലെങ്കിൽ റെയർ എർത്ത് പ്രോസസ്സ് ചെയ്യുന്ന യൂണിറ്റുകളൊക്കെ പൊതുമേഖലയിലാണ്. അതുകൊണ്ടാണല്ലോ ചവറയൊക്കെ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന കമ്പനികൾ പൊതുമേഖലാ കമ്പനികളാണ്. പക്ഷേ സ്വകാര്യ മേഖലയ്ക്ക് ഖനനം അനുവദിക്കുന്ന കേന്ദ്ര സർക്കാർ നയം കേരളം എങ്ങനെയാണ് സ്വീകരിക്കുക? എന്താണ് സംഭവിക്കുക? അതുകൊണ്ടുണ്ടാകുന്ന പാരിസ്ഥിതികാഘാതം, കയ്യും കണക്കുമില്ലാതെ, ലിമിറ്റില്ലാത്ത രീതിയിൽ, നിയന്ത്രണമില്ലാത്ത രീതിയിൽ, സംസ്ഥാന ഗവൺമെൻറ്റിന് നിയന്ത്രണമില്ലാത്ത രീതിയിലുള്ള ഖനന പ്രക്രിയയിലേക്ക് നീങ്ങുമോ? ഈ മിനറൽസ് എങ്ങോട്ടാണ് കൊണ്ടുപോവുക? ഇവിടെ തന്നെ സംസ്കരിക്കുകയും ഇവിടെ തന്നെ ടെക്നോളജി കടന്നു വരികയും യൂണിറ്റുകൾ വരികയും ഇവിടുത്തെ ആളുകൾക്ക്, മലയാളികൾക്ക് ജോലി ലഭിക്കുകയും ചെയ്യുമോ? അതോ ഇത് വലിയ തോതിൽ അന്യ സംസ്ഥാനത്തേക്ക് പ്രോസസ്സിങ്ങിനായി കൊണ്ടുപോകുമോ എന്നതിനെക്കുറിച്ചൊന്നും പൂർണ്ണമായ ഒരു ആശയം ഇപ്പോൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ വലിയ ഒരു കാര്യം ലഭിച്ചു എന്ന് തോന്നാമെങ്കിലും എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത്? പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിന് തീർച്ചയായും ഗുണകരമാണ്. കേരളത്തിൻ്റെ, നമ്മൾ ആലങ്കാരികമായിട്ടെങ്കിലും പറയും, കേരളത്തിന് 2 സമ്പത്താണുള്ളത് പ്രധാനമായി. അതിൽ ഒന്ന് ഭഗവാന്റെ സമ്പത്താണ്, ഭഗവാന്റെ സ്വത്താണ്. അത് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ B നിലവറയിൽ ഉറങ്ങുകയാണ് 100 കണക്കിന് വർഷങ്ങളായി. അതെടുക്കാനാവില്ല, എടുത്തു കഴിഞ്ഞ് ആളുകൾക്ക് അത് ഉപയോഗിക്കാനാവില്ല, ഗവൺമെൻറ് അത് വിനിമയം ചെയ്യാനാവില്ല. അത് ക്ഷേത്രത്തിൻ്റെ സമ്പത്താണ്. മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ തിരുവിതാംകൂർ രാജകുടുംബം ഏൺ ചെയ്ത സമ്പത്തിൻ്റെ മുഖ്യഭാഗവും വെച്ചിരിക്കുന്നത് ശ്രീപത്മനാഭ ക്ഷേത്രത്തിലാണ്. ശ്രീപത്മനാഭ ദാസനായി ശ്രീപത്മനാഭൻ്റെ മുന്നിൽ ഉടവാൾ അടിയറ വെച്ച് ശ്രീപത്മനാഭദാസനായിട്ടാണല്ലോ മാർത്താണ്ഡവർമ്മമാർ ഭരണം നടത്തിയിരുന്നത്. അതിൻ്റെ സൂചന. അപ്പോൾ അതെല്ലാം എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ വൻ തുകയാണ്. പക്ഷേ വേൾഡ് ബാങ്കിൻ്റെ റിസർവിനേക്കാൾ കൂടുതൽ അവിടെ ഉണ്ടാകുമെന്ന് തമാശ പറയാറുണ്ട് ആളുകൾ. അപ്പോൾ അത് ആലങ്കാരികം. 2 കരിമണലാണ്. ഇതെങ്ങനെയാണ് വെളിയിലെടുക്കുക? കേരളത്തിൻ്റെ തീരപ്രദേശത്ത് സമ്പുഷ്ടമായ കാര്യമാണ്. അത് എടുത്തു കഴിഞ്ഞാൽ അത്രയും കരിമണൽ, അത്രയും മണൽ റീപ്ലനിഷ് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. അല്ലെങ്കിൽ കടൽ കയറി വരും, പാരിസ്ഥിതിക ശോഷണം അവിടെ സംഭവിക്കും. ആവാസ വ്യവസ്ഥ, ജീവവർഗത്തിൻ്റെയും മനുഷ്യരുടെയും എല്ലാം തന്നെ ആവാസ വ്യവസ്ഥ കംപ്ലീറ്റ്ലി അട്ടിമറിക്കപ്പെടും. ഇത് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഈ മിനറൽ വെൽത്ത് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്. അതീവ ശ്രദ്ധ വേണ്ടിയ കാര്യമാണ്. അതിൻ്റെ പിന്നിൽ അഴിമതിയുടെ വൻപൻ സാധ്യതയും പല കോൺട്രാക്റ്റുകളുടെ മറവിലുമൊക്കെ വൻപൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇത് തൊട്ടാൽ പൊള്ളുന്നൊരു കാര്യമാണ്. പക്ഷേ കേരളത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ കേരളത്തിന് വെൽത്ത് വളരെ പ്രധാനമാണ്. ആ മിനറൽ വെൽത്താണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ചർച്ചാ വിഷയമായി എന്നത് സ്വാഗതം ചെയ്യുന്നു. അത് നല്ല കാര്യം. പക്ഷേ അത് 2 തലയുള്ള വാളാണ് അത് എന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനിയുള്ള കേരളത്തിന് എന്ത് പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എയിംസ് ആണ് പ്രതീക്ഷിച്ചത്. എയിംസ് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, എയിംസിനെ കുറിച്ച് പരാമർശം പോലുമില്ല. ആകെ ഉണ്ടായത് ആയുർവേദ
ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ 3 സ്ഥാപിക്കുമെന്ന് പറയുന്നു. അതിൽ ഏതെങ്കിലും ഒന്ന് കേരളത്തിൽ എവിടെയെങ്കിലും വരുമോ എന്ന ഒരു ആകാംക്ഷ മാത്രമാണ് ബാക്കി. ആയുഷ് വ്യവസ്ഥയ്ക്ക് വേണ്ടി വലിയ കൈത്താങ് നൽകും എന്ന് പറയുന്നു. ആയുർവേദത്തിൻ്റെയൊക്കെ ഭാഗം, ആയുഷിൻ്റെ ഭാഗമാണല്ലോ ആയുർവേദമൊക്കെ. അപ്പോൾ ആയുർവേദത്തിന് എന്തെങ്കിലും പ്രത്യേകമായ എന്തെങ്കിലും പാക്കേജ് ഉണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് കേരളം 29 കാര്യങ്ങൾ ചോദിച്ചു. അതിൽ എന്താണ് താങ്ങുവില, നാളികേരത്തെക്കുറിച്ച് തല്ലിത്തഴുകി അങ്ങ് വിട്ടു. നാളികേര വികസനത്തിന് ഒരു പദ്ധതി ഉണ്ടാകും എന്ന് പറഞ്ഞു വന്നതല്ലാതെ ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്തിട്ടില്ല. അതുപോലെ കശുവണ്ടി പ്രോസസ്സിങ്ങിന് വേണ്ടി പ്രത്യേകമായ ഒരു സഹായം. പക്ഷേ കേരളം പ്രതീക്ഷിച്ചിരുന്നത്, കേരള സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ കാണാതെ പോയത് റബ്ബറിന് താങ്ങുവില വർദ്ധിപ്പിക്കുക എന്നതാണ്. 200 രൂപയിൽ നിൽക്കുന്നത് കേന്ദ്രത്തിന് വേണമെങ്കിൽ മധ്യ കേരളം, അതാണല്ലോ കൂടുതൽ റബ്ബർ കേന്ദ്രം, എല്ലായിടത്തുമുണ്ട്, കേരളത്തിൽ എല്ലായിടത്തുമുണ്ട്. പക്ഷേ കിഴക്കൻ മേഖലയിലാണ് കൂടുതൽ, തീരദേശ മേഖലയിലല്ലല്ലോ കൂടുതൽ പ്രാധാന്യമുള്ളത്. അതിനുവേണ്ടി ഒരുപക്ഷെ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ റബ്ബർ കർഷകർക്ക് പ്രയോജനപ്പെടുന്ന ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. ഒന്നും ഉണ്ടായില്ല. ഒരു പ്രത്യേക വിഭാഗത്തെ ടച്ച് ചെയ്യുന്ന ഒന്നും ഉണ്ടായില്ല. ആകെ ഉണ്ടായത് ട്രോളുകളിൽ നിറയുന്ന കടലാമ വിഷയമാണ്. ഇപ്പോൾ ഖജനാവ് പൂച്ച വെറ്റ് കിടക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ഇവിടെ ഖജനാവിലല്ല, അടച്ച് ആമയ്ക്ക് വെറ്റ് കിടക്കാനുള്ള സാഹചര്യം ഉണ്ടായി തീരദേശ മേഖലയിൽ. അതും നല്ലുദ്ദേശത്തിൽ ചെയ്തതാണെന്നുള്ള ചിന്തയൊന്നും പലർക്കുമില്ല. കാരണം കടലാമ വലിയൊരു വിഷയമായിരുന്നു. കടലാമയുടെ പ്രജനന കാലത്തെ വലിയ തോതിൽ കടലാമ വേട്ട ഇവിടെ നടക്കുന്നു. അതുകൊണ്ട് കേരളത്തിൻ്റെ സമുദ്ര സമ്പത്ത്, പ്രത്യേകിച്ച് ചെമ്മീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കയറ്റുമതിക്ക് ചില നിയന്ത്രണങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വെച്ചിരുന്നു. അത് കടലാമ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നു എന്ന പാരിസ്ഥിതിക വിഷയം ചൂണ്ടിക്കാട്ടിയാണ്. അത് അഡ്രസ്സ് ചെയ്യണമല്ലോ, അമേരിക്കയെ ഒന്ന് ബോധിപ്പിക്കണമല്ലോ, യൂറോപ്യൻ കമ്മ്യൂണിറ്റിയെ ബോധിപ്പിക്കണമല്ലോ. അതുകൊണ്ട് നമ്മുടെ കയറ്റുമതി ശരിയാവണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തേണ്ടത് സർക്കാരിൻ്റെ ആവശ്യമാണ്. കൂട്ടത്തിൽ ഒരു ടൂറിസം സാധ്യത കടലാമയുടെ പ്രചരണ കാലത്ത് കേരളത്തിൻ്റെ ചില ജില്ലകൾ, കാസർഗോഡ് ജില്ല, കണ്ണൂർ ജില്ല, കോഴിക്കോട്, കൊല്ലം, ആലപ്പുഴ ജില്ലകളുടെയൊക്കെ തീരപ്രദേശത്ത്, തൃശ്ശൂർ ജില്ലകളുടെ തീരപ്രദേശത്ത് ചില കേന്ദ്രങ്ങളിൽ ചില സീസണുകൾ കടലാമകൾ വരികയും മുട്ടയിടുകയും ഒക്കെ ചെയ്യുന്നു. അത് ജനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ മുട്ടകൾ സംരക്ഷിക്കപ്പെടേണ്ടത്. അതിന് കുറച്ചുകൂടി ശാസ്ത്രീയമായ മാർഗങ്ങൾ വരുന്നു എന്നത് സ്വാഗതാർഹമാണ്. എങ്കിലും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആകെ മാറ്റിമറിക്കാൻ തക്ക ഒരു വലിപ്പം കടലാമ സംരക്ഷണത്തിനില്ല എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് കേരളം ചോദിച്ച കാര്യമായ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് കൃത്യമായി പറയേണ്ടി വരും. നമ്മൾ UPA സർക്കാരിന് കാലം മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് കേരളത്തിലെ എയിംസ് വരും മറ്റേ മോനെ എന്നൊക്കെ ഡയലോഗ് അടിച്ച സുരേഷ് ഗോപിക്ക് പോലും വല്ലാത്ത നാണക്കേട് ഉണ്ടാക്കിയില്ലേ ഈ ഒരു ബജറ്റ്? ഒപ്പം 2 കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിട്ടും ഒരു ഗുണവുമില്ലാതെ പോയി എന്ന വിമർശനവും ഉയരില്ലേ? എയിംസ് വരും, കട്ടായം, സ്ഥലം അങ്ങോട്ട് ഏറ്റെടുത്ത് തന്നാൽ മതി, എപ്പം വന്നു എന്ന് ചോദിച്ചാൽ മതി. സിനിമ ഡയലോഗ് ആണെങ്കിൽ ഓക്കെ. ഇത് പറയുന്നത് വിശ്വസ്തനായ ജനപ്രതിനിധിയാണ്, തൃശ്ശൂർ MP ആണ്, സുരേഷ് ഗോപിയാണ്. അപ്പം സുരേഷ് ഗോപി പലയിടത്തും ഇത് വരുമെന്ന സൂചന പറഞ്ഞു വെച്ചു. ഒരുപക്ഷെ ആലപ്പുഴയിലാകാം, അല്ലെങ്കിൽ തൻ്റെ സ്വന്തം മണ്ഡലമായ തൃശ്ശൂരാകാം, അല്ല എങ്കിൽ മറ്റേതെങ്കിലും ഇടത്താകാം. വരുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അത് നമുക്ക് ഉറപ്പാണല്ലോ. പക്ഷേ ഈ വർഷം വരുമോ എന്നതാണല്ലോ വിഷയം. എന്നെങ്കിലും വരും, വരാതിരിക്കില്ല, വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നൊക്കെ പറയാനല്ലേ പറ്റൂ. കൃത്യമായി ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാമായിരുന്ന ഒരു കാര്യമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. കേരളത്തിന് അത് തീർച്ചയായും അർഹതപ്പെട്ടതുമാണ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന നിലയിൽ പോലും BJP പലപ്പോഴും പറഞ്ഞിരുന്ന ഒന്നാണ് എയിംസ് വരുമെന്നത്. ഇപ്പോൾ അത് വന്നില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പിന്നിൽ നടക്കുന്ന ഉരുണ്ട് കളി. എന്തു പറയും ശ്രീമാൻ സുരേഷ് ഗോപിക്ക്? എന്തു പറയാൻ കഴിയും? ഇല്ല, ഞാൻ കൊണ്ടുവരും എന്ന് പറയാനാവുമോ? ഇല്ല, അത് നാളെ വരും, ഞാനത് ഇടപാട് ചെയ്തു തരാം. അപ്പോൾ ഇതൊന്നും ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാനാവാത്ത ഒന്ന് പിന്നീട് ഒരു നാടകീയമായ പ്രഖ്യാപനത്തിലൂടെ വന്നുകൂടായികയില്ല. പക്ഷേ അതിന് തുക വകയിരുത്തണമല്ലോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ എയിംസിൻ്റെ കാര്യത്തിൽ വലിയ നിരാശയാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എയിംസ് ഇത്ര വലിയ ഒരു വിഷയമായി പൊക്കിക്കൊണ്ടുവന്ന്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഹെൽത്ത് റെജിമനാണ്. ഏതാണ്ട് യൂറോപ്യൻ നിലവാരമുള്ള ഹെൽത്ത് റെജിമനാണ് കേരളത്തിനുള്ളത്. മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും തന്നെ അഹങ്കരിക്കാനില്ല. കാരണം കേരളം ഒരു വലിയ ഒരു ഹെൽത്ത് ഹബ്ബ് കൂടിയാണ്. കേരളത്തിൽ
വലിയ രീതിയിലുള്ള ഈ ചികിത്സ പെനിട്രേഷൻ ഏത് രീതിയിലാണെങ്കിലും, അത് ആയുർവേദമാണെങ്കിലും അലോപ്പതി ആണെങ്കിലും മറ്റേതെങ്കിലും പ്രകൃതി ചികിത്സാ രീതികളാണെങ്കിലും ശരി, വലിയ രീതിയിൽ ഈ പെർ ക്യാപിറ്റ കൺസപ്ഷൻ ഓഫ് ഹെൽത്ത് ഗുഡ്സ് ഇത് വളരെ കൂടുതലാണ്. ഇത് പ്രോത്സാഹിപ്പിക്കുകയും ഇതൊരു കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന വിദേശത്ത് നിന്ന് പോലും ടൂറിസത്തിന്, ഹെൽത്ത് ടൂറിസത്തിനായി എവിടെയെങ്കിലും ഇന്ത്യയിൽ എത്തുന്നുണ്ട് എങ്കിൽ ഏറ്റവും നല്ല ഡെസ്റ്റിനേഷൻ കേരളമാണ്. ഇത് പ്രോത്സാഹിപ്പിക്കാൻ ലഭിച്ച ഒന്നാന്തരം അവസരമാണ് കേന്ദ്ര ബഡ്ജറ്റിലൂടെ പാഴായി പോയത് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് എയിംസ് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഒരു സമഗ്രമായ ഹെൽത്ത് പാക്കേജ് ലഭിച്ചില്ല എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം കേരളത്തിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഇപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്നത് ആ ഒരു കൾച്ചർ ഇവിടെ വരിക, അതിനുവേണ്ടി സിംബോളിക്കായിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു, ഒന്നും ഉണ്ടായില്ല എന്നത് ദുഃഖകരമാണ്. ഈ സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തിയുള്ള അല്ലെങ്കിൽ കേരളത്തെ കുറ്റപ്പെടുത്തിയുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ബജറ്റ് പ്രതികരണത്തിൽ പോലും ഒന്നും കിട്ടാത്തതിന്റെ നിരാശ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു. മോദി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ബ്ലൂ പ്രിന്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ബജറ്റിലും ഒന്നുമില്ല. കേരളത്തോട് അവഗണനയാണോ അതോ ഒരു രാഷ്ട്രീയ വിരോധം തീർക്കുകയാണോ? കേരളത്തോടുള്ളത് അവഗണനയാണോ രാഷ്ട്രീയ പകപോക്കലാണോ എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അത് തീരെ അസ്ഥാനത്തല്ല ഈ ചോദ്യം. അതുകൊണ്ട് ഇതൊരു തരം ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ജനങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യൂ, ഞങ്ങൾ ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചെയ്യാവുന്ന നിലയിലാണ്, ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, ഇതാ ഞങ്ങൾ ചെയ്ത് കാട്ടിയിരിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിതാ വോട്ട് ചോദിക്കുന്നു. ഇതാണ് അന്തസ്സുള്ള സമീപനം. ഞങ്ങൾക്ക് നിങ്ങൾ അധികാരം തരൂ, തന്നാൽ ഞങ്ങൾ ഡബിൾ എഞ്ചിനായി പ്രവർത്തിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ നടത്തിത്തരാം എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഭൂഷണമല്ല. അതുകൊണ്ട് ഇപ്പോൾ ഏറെ ബുദ്ധിമുട്ടുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാദരണീയരായ കേരള നേതാക്കൾ, ഏറെ ബുദ്ധിമുട്ടുന്നു വിശകലനം ചെയ്യാൻ, വിശദീകരിക്കാൻ. ജനങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പം തിരുവനന്തപുരത്ത് BJP അധികാരത്തിലേറ്റിയതിൻ്റെ പ്രധാന കാരണം തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭൗതികമായ സാഹചര്യങ്ങളിൽ നാടകീയമായ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്ന വിശ്വാസമാണ്. സംസ്ഥാന ഗവൺമെൻറ് വിചാരിച്ചാൽ സംസ്ഥാന ഗവൺമെൻറ് ആകാൻ പോകുന്നത് ഒന്നുകിൽ ഇടതുപക്ഷം തുടരും, അല്ല എങ്കിൽ UDF അധികാരത്തിൽ വരും. ഇത് രണ്ടാണെങ്കിലും BJP എന്നത് സംസ്ഥാന ഭരണത്തിലെത്താൻ പോകുന്നില്ല എന്ന് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പോൾ അതിനുള്ള വലിപ്പം BJPക്കില്ല, നാളുകളിൽ രാഷ്ട്രീയം മാറിയേക്കാം. പക്ഷേ കേന്ദ്രത്തിൽ അതല്ല. ദീർഘകാലം കേന്ദ്രത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA ഭരണമാണ്. അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമാണ്. പാറായി കാറ് തേങ്ങ എന്ന് പറയുന്നത് പോലെയുള്ളൂ. തങ്ങളെ വലിയ രീതിയിൽ ചേർത്ത് പിടിച്ച തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്ക് ഇതാ ഒരു പ്രത്യേക പരിഗണന. ഇത് കണ്ടാൽ മറ്റ് നഗരങ്ങൾ, മറ്റ് മേഖലകൾ ഞങ്ങളും BJPക്ക് വോട്ട് ചെയ്തിരുന്നെങ്കിൽ മെച്ചപ്പെട്ട ഒരു പരിഗണന ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നല്ലോ, എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്ത് കളയാം എന്നൊരു ചിന്ത ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ എന്തു പറഞ്ഞാണ് BJP അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്മതിദായകരെ സമീപിക്കുക? ആകെയുള്ള പ്രതീക്ഷ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും പദ്ധതികൾ നാടകീയമായി പ്രഖ്യാപിക്കുക. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് തൊട്ട് മുൻപ്, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് തൊട്ട് മുൻപുള്ള നിമിഷങ്ങളിൽ നാടകീയമായ പ്രഖ്യാപനം നടത്താൻ ഇനിയും കേന്ദ്രത്തിന് അവസരമുണ്ട്. അത് എത്രത്തോളം സ്വീകരിക്കപ്പെടും, അവസാന നിമിഷം നടത്തുന്ന മിനുക്കുപണികൾ എത്രത്തോളം സ്വീകരിക്കപ്പെടും എന്നത് സംശയമാണ്. ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെയാണ്. എൻ്റെ ഒരു ചിന്ത ഞാൻ പങ്കുവയ്ക്കുന്നു, പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു എന്നേ ഉള്ളൂ. നരേന്ദ്രമോദി ഇവിടെ വരുമ്പോൾ ചില സൂചനകൾ തന്നിട്ട് പോകാമായിരുന്നു. ബഡ്ജറ്റിൽ ആ സൂചനകൾ കുറച്ചുകൂടെ കൃത്യമായി പറയുകയും അത് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ചില സ്പെഷ്യൽ പദ്ധതികൾ അവസാന നിമിഷം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരു കോംപ്രിഹെൻസീവ് കേരള പാക്കേജായി അത് മാറുമായിരുന്നു. ഇതങ്ങനെ സംഭവിച്ചിട്ടില്ല. അത് ദുഃഖകരമാണ്, കേരളത്തിന് ദുഃഖകരമാണ്. BJPക്ക് ഇലക്ടറലി വൻപൻ തിരിച്ചടി ലഭിക്കാം. പ്രായശ്ചിത്തം ചെയ്തിട്ടില്ല എങ്കിൽ, പരിഹാരങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ, ന്യായീകരണത്തിലൂടെയോ അല്ലെങ്കിൽ ഈ വിശദീകരിച്ച് അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് എന്നൊക്കെ കുഴച്ചു മറിച്ച് പറഞ്ഞതിലൂടെ ഇതിൽ നിന്നും കരകയറാൻ കേരളത്തിലെ BJPക്ക് ആവില്ല. ഇനി നോക്കൂ, കേരളത്തിൻ്റെ ജനസംഖ്യ എത്രയാണ്? 3.5 കോടി. 3.5 കോടി ജനസംഖ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആകമാന ജനസംഖ്യയുടെ ശതമാനക്കണക്കെടുക്കുമ്പോൾ എത്രയുണ്ടാകും? 142 കോടി ജനങ്ങളിൽ കേരളത്തിലെ 3.5 കോടി, അവർ നൽകുന്ന 20 MP-മാരുടെ പിൻബലം
ആർക്ക് വേണം ഇതൊക്കെ എന്നാണോ ചിന്ത? അപ്പോൾ ഫെഡറൽ അമിറ്റി, ഫെഡറൽ പാരിറ്റി, ഒരു ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ ചില മാന്യതകൾ ഇതെല്ലാം പാലിക്കാൻ കേന്ദ്രം തയ്യാറാകേണ്ടതാണ്. കാലാകാലങ്ങളിൽ എപ്പോഴും കോൺഗ്രസ് ഗവൺമെൻറ്റുകളും ഏറെ പഴികെട്ടിട്ടുണ്ട്. നമുക്ക് 6 കേന്ദ്രമന്ത്രിമാർ വരെ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. അപ്പോഴെന്ത് കിട്ടി? ഇപ്പോൾ 2 കേന്ദ്രമന്ത്രിമാരാണ്. അവരുടെ കാര്യം കട്ടപ്പുക. കാരണം അവരെന്ത് പറയും? പാവപ്പെട്ട ജോർജ് കുര്യൻ സാർ എന്ത് പറയും? ശ്രീമാൻ സുരേഷ് ഗോപി എന്താ പറയുക? എന്ത് പറഞ്ഞാലും അതിനിപ്പോൾ ട്രോളായി മാറുമെന്നല്ലാതെ കാര്യമായി ഒന്നും പറയാനില്ലാത്ത ഒരവസ്ഥയിൽപ്പെട്ട് നിൽക്കുകയാണ് BJP സംസ്ഥാന നേതൃത്വം. BJPയുടെ 2 കേന്ദ്ര സഹമന്ത്രിമാർ അവർ വല്ലാതെ സമ്മർദ്ദപ്പെടുന്നു. ഇതാണ് ഇപ്പോഴത്തെ ചിത്രം. അതുകൊണ്ട് ഇറ്റ് ഇസ് സർട്ടൻലി അഡ്വാൻറ്റേജ് ബോത്ത് UDF ആൻഡ് LDF politically unless BJP does some miraculous plan, comes up with a miraculous plan. ഇതാണ് യാഥാർത്ഥ്യം.